നമസ്കാരം. ഗൾഫാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നാടോടിക്കാറ്റ് സിനിമയിലെ ദാസനെയും വിജയനെയും നമ്മുടെ ഗഫൂർക്ക പണം വാങ്ങി പറ്റിച്ച് ഉരുവിൽ നിന്ന് കടലിൽ ചാടി നീന്തിച്ച കഥ നമ്മൾ മലയാളികൾ മറന്നിട്ടുണ്ടാവില്ല. ചരിത്രം പ്രഹസനമായി ആവർത്തിക്കുകയാണ്. മനുഷ്യക്കടത്ത് സംഘങ്ങൾ ഇത്തവണ പറ്റിച്ചത് ഒന്നും രണ്ടും ആളുകളെയല്ല, 60,000-ഓളം വരുന്ന ഒരു വലിയ ജനതയാണ്. അതാണ് സ്പെയിനിൽ സംഭവിച്ചത്. എന്നാൽ എന്തുകൊണ്ടാണ് സ്പെയിനിലേക്ക് ഇത്രയധികം ആളുകൾ കൂട്ടത്തോടെ അഭയാർത്ഥികളായി എത്തിയതിന് കാരണം പരിശോധിക്കാം ഇന്നത്തെ ന്യൂസ് ഇൻ ഡെപ്തിലൂടെ. മൊറോക്കോയിലെ മനുഷ്യക്കടത്ത് സംഘങ്ങൾ ഇറക്കിയ വ്യാജ വാർത്ത കേട്ടാണ് ജനം സ്പെയിനിലേക്ക് കടക്കാൻ ഓടിയെത്തിയത്. സ്പെയിനിലെ സുപ്രീം കോടതി അടുത്തിടെ പുറപ്പെടുവിച്ച വിധി പ്രകാരം കടൽ മാർഗമെത്തുന്ന അഭയാർത്ഥികളെ ഉടൻ തന്നെ നാട് കടത്താൻ കഴിയില്ലെന്ന തരത്തിൽ അവർ സോഷ്യൽ മീഡിയ വഴി വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചു. ഇത് വിശ്വസിച്ച് ആയിരക്കണക്കിന് യുവാക്കൾ യൂറോപ്പിലെത്താമെന്ന വ്യാമോഹത്തോടെ ചെറിയ ബോട്ടുകളിലെത്തി കടലിലേക്ക് ചാടി നീന്തുകയായിരുന്നു. ഇങ്ങനെ കടൽ കടക്കാൻ ശ്രമിച്ചതിനിടെ 72ഓളം പേരാണ് മരിച്ചത്. മരണസംഖ്യ സംബന്ധിച്ച് പല റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനാൽ ഇതിൽ വ്യത്യാസങ്ങളുണ്ടാകാം. സ്പെയിനിന്റെ ഭരണത്തിന് കീഴിലുള്ള പശ്ചിമാഫ്രിക്കൻ അതിർത്തി നഗരമായ സെവൂത്ത, മെലില്ല എന്നിവിടങ്ങളിലേക്കാണ് അഭയാർത്ഥികൾ പ്രവഹിച്ചത്. വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും മൊറോക്കോ അതിർത്തി വഴിയും കടലിലൂടെ നീന്തിയും ആയിരക്കണക്കിന് അഭയാർത്ഥികളാണ് യൂറോപ്പിലേക്ക് പ്രവേശിക്കാൻ ഈ എൻക്ലേവിലേക്ക് കുതിച്ചെത്തിയത്. കനത്ത തിരമാലകളെയും ശക്തമായ കാറ്റിനെയും അതിജീവിച്ച് നീന്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ശ്വാസമെടുക്കാൻ പോലും പ്രയാസപ്പെട്ട് ജീവൻ നിലനിർത്താൻ മല്ലിടുന്ന അഭയാർത്ഥികളുടെ ദൃശ്യങ്ങളും ലോകത്തിന്റെ നൊമ്പരമായി. എങ്ങനെയെങ്കിലും നീന്തി കരപറ്റിയവരെ കാത്തിരുന്നത് ദാസനും വിജയനും അനുഭവിച്ചിട്ടില്ലാത്ത സമാനതകളില്ലാത്ത കഷ്ടപ്പാടുകളായിരുന്നു. തങ്ങളുടെ നാട്ടിലെത്തിയവരിൽ ഭൂരിഭാഗത്തെയും 48 മണിക്കൂറിനുള്ളിൽ മൊറോക്കോയിലേക്ക് തന്നെ തിരിച്ചയക്കാൻ സ്പെയിനിന് സാധിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം പേരും സ്വമേധയാ മടങ്ങിപ്പോയി. കടന്നുകൂടിയ അഭയാർത്ഥികൾക്ക് അവിടെ ഭക്ഷണവും സുരക്ഷിതമായ താമസ സൗകര്യവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. തെരുവുകളിലും പാർക്കുകളിലും പട്ടിണി കിടക്കേണ്ടി വന്നതോടെ ആയിരക്കണക്കിന് ആളുകൾ അതിർത്തി ഗേറ്റുകളിലൂടെയും വേലിയിലെ വിടവുകളിലൂടെയും സ്വയം മൊറോക്കോയിലേക്ക് തന്നെ മടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. മാത്രമല്ല, തങ്ങൾ കേട്ടത് വ്യാജ വാർത്തയാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നു. സ്പെയിൻ സുപ്രീം കോടതിയുടെ വിധി തികച്ചും സാങ്കേതികവും നിയമപരവുമായ ഒന്നായിരുന്നു. എന്നാൽ മനുഷ്യക്കടത്ത് സംഘങ്ങൾ ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിച്ചു. ഹോട്ട് റിട്ടേൺസ് വിലക്ക് സ്പെയിൻ ലഘൂകരിച്ചു എന്നാണ് കാര്യമായ കുപ്രചാരണം വന്നത്. അതിർത്തിയിലെ വലിയ വേലികൾ ചാടിക്കടക്കാൻ ശ്രമിക്കുന്നവരെ ഉടനടി തിരിച്ചയക്കുന്ന രീതിയാണ് ഹോട്ട് റിട്ടേൺ അല്ലെങ്കിൽ റിജക്ഷൻ അറ്റ് ദ ബോർഡർ എന്നത്. എന്നാൽ കടൽ മാർഗം നീന്തി വരുന്ന അഭയാർത്ഥികൾക്ക് മേൽ ഈ നിയമം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി. അതിർത്തി വേലികൾ പോലുള്ള ഭൗതിക തടസ്സങ്ങൾ കടലിൽ ഇല്ലാത്തതിനാലും ക്യാമറകളും ഡ്രോണുകളും കേവലം നിരീക്ഷണ സംവിധാനങ്ങൾ മാത്രമായതിനാലും അതിനെ വേലി ചാടലായി കാണാൻ കഴിയില്ലെന്നായിരുന്നു 5 അംഗ ജഡ്ജിമാരുടെ പാനൽ വിധിച്ചത്. കടൽ മാർഗമെത്തുന്ന അഭയാർത്ഥികളെ ഉടൻ തന്നെ പിടിച്ചു തള്ളാതെ സ്പെയിനിലെ സാധാരണ നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിക്കണം. അതായത് അവരുടെ അപേക്ഷകൾ പരിശോധിക്കാനും വക്കീലിന്റെ സഹായം ഉറപ്പാക്കാനുമുള്ള നിയമപരമായ അവസരം നൽകണം. ഇതായിരുന്നു കോടതി വിധി. ഈ വിധി വന്നതോടെ കടൽ വഴി വന്നാൽ ആരെയും നാട് കടത്തില്ലെന്നും യൂറോപ്പിൽ തുടരാമെന്നും മനുഷ്യക്കടത്ത് സംഘങ്ങൾ സോഷ്യൽ മീഡിയ വഴി വ്യാജ വാർത്തയായി പ്രചരിപ്പിച്ചു. ഇതാണ് 10,000-ങ്ങളെ കടലിലേക്ക് ചാടാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ നിയമപരമായ നടപടികൾക്ക് ശേഷം ഇവരെയും നാട് കടത്തുമെന്നതാണ് യഥാർത്ഥ വസ്തുത. മൊറോക്കോയിൽ നിന്ന് സ്പെയിനിലേക്ക് ആളുകളെ കടത്തുന്ന മനുഷ്യക്കടത്ത് മാഫിയകൾ സജീവമാണ്. ഈ ക്രിമിനൽ സംഘങ്ങൾ അഭയാർത്ഥികളിൽ നിന്ന് ആയിരക്കണക്കിന് യൂറോ ഈടാക്കുന്നുണ്ട്. നൽകുന്ന സൗകര്യങ്ങൾ അനുസരിച്ചാണ് ഈ മാഫിയകൾ പണം ഈടാക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസിയായ യൂറോപോൾ പറയുന്നത്. മൊറോക്കോയിൽ സുരക്ഷിത താമസം ഒരുക്കി പിന്നീട് വിനോദ ബോട്ടുകളിലോ അതിവേഗ ബോട്ടുകളിലോ സ്പെയിനിലെ അൽ ഹെസിറസ് പോലുള്ള തീരങ്ങളിൽ എത്തിക്കുന്നതിന് ഒരാളിൽ നിന്ന് 14,000 യൂറോ, നമ്മുടെ ഇന്ത്യൻ രൂപയിൽ ഏകദേശം 13 ലക്ഷത്തിലധികം രൂപ, അത്രയുമാണ് അവർ ഈടാക്കിയിരുന്നത്. വിമാനമാർഗം റൊമേനിയയിൽ എത്തിച്ച് അവിടെ നിന്നും റോഡ് മാർഗം സ്പെയിനിലേക്ക് കടത്തുന്ന വിചിത്രമായ റൂട്ടുകളുണ്ട്. ഈ യാത്രയ്ക്ക് 3,000 യൂറോ, അതായത് 2.7 ലക്ഷം രൂപ വരെ വാങ്ങാറുണ്ട്. പണം വാങ്ങി സ്പാനിഷ് മണ്ണിൽ എത്തിച്ചാലും ഈ മാഫിയകൾ അഭയാർത്ഥികളെ വെറുതെ വിടില്ല. സ്പെയിനിലെ രഹസ്യ സങ്കേതങ്ങളിൽ അതീവ ദയനീയമായ സാഹചര്യങ്ങളിൽ കൃത്യമായി ഭക്ഷണമോ വെള്ളമോ നൽകാതെ ഇവരെ പാർപ്പിക്കും. സ്ത്രീകളെയും കുട്ടികളെയും ലൈംഗിക ചൂഷണങ്ങൾക്കും പുരുഷന്മാരെ നിർബന്ധിത ജോലികൾക്കും ഇവർ വിധേയരാക്കുന്നു. പലപ്പോഴും മനുഷ്യക്കടത്തിന് ഉപയോഗിക്കുന്ന ഇതേ ബോട്ടുകൾ തന്നെ മയക്കുമരുന്ന്, ആയുധങ്ങൾ എന്നിവ കടത്താനും ഈ അന്താരാഷ്ട്ര ക്രിമിനൽ സംഘങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഈ മാഫിയകളെ അടിച്ചമർത്താൻ സ്പെയിൻ, ഫ്രാൻസ്, മൊറോക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി സഹായത്തോടെ വിപുലമായ റെയ്ഡുകൾ നടത്തി വരുന്നുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ മാത്രം സ്പീഡ് ബോട്ട് വഴിയുള്ള മനുഷ്യക്കടത്ത് സംഘങ്ങളിലെ 30-ലധികം പ്രധാന കണ്ണികളെയാണ് സ്പാനിഷ് അധികൃതർ അറസ്റ്റ് ചെയ്തത്. എങ്കിലും അതിർത്തികളിലെ പഴുതു മുതലെടുത്ത് ഈ മാഫിയകൾ ഇപ്പോഴും സജീവമായി തന്നെ തുടരുന്നു. ഇതേ മനുഷ്യക്കടത്തിൽ മാഫിയയാണ് ഇപ്പോൾ വ്യാജ പ്രചാരണത്തിലൂടെ ലക്ഷങ്ങൾ കൊയ്തതും. ടിക്ടോക്ക്, ഫേസ്ബുക്ക്, ടെലിഗ്രാം ഗ്രൂപ്പുകൾ എന്നിവ വഴി സ്പാനിഷ് കോടതി വിധികളെ തെറ്റായി വ്യാഖ്യാനിച്ച് ഇവർ വലിയ പ്രചാരണം നടത്തി. ഇപ്പോൾ അതിർത്തി കടന്നാൽ ആരും പിടിക്കില്ല, നിയമം അനുകൂലമാണെന്ന രീതിയിലുള്ള വ്യാജ വീഡിയോകൾ നിർമ്മിച്ച യുവാക്കളെ ഇവർ കെണിയിൽ വീഴ്ത്തുകയായിരുന്നു. ഭൂമിശാസ്ത്രപരമായ കാരണങ്ങൾ കൊണ്ടും സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടും മൊറോക്കോയിലെ ജനങ്ങൾക്ക് യൂറോപ്പിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള പ്രവേശന കവാടമാണ് സെവൂത്തയും മെല്ലിലയും.
ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്യൻ യൂണിയന്റെ മണ്ണിലേക്ക് നേരിട്ട് പ്രവേശിക്കാനുള്ള ഏക കര അതിർത്തികളാണിവ. ഇവിടെ എത്തിയാൽ സാങ്കേതികമായി അവർ യൂറോപ്യൻ യൂണിയന്റെ പരിധിയിലാകും. സത്യത്തിൽ നമ്മുടെ ദാസനെയും വിജയനെയും പോലെ സാമ്പത്തിക അഭയാർത്ഥികളാണ് സ്പെയിനിലേക്ക് എത്താൻ കൊതിക്കുന്നവർ. പൊളിഞ്ഞ് പാളീസായി ഉള്ള ജോലിയും പോയി കടം കയറിയപ്പോഴാണല്ലോ നമ്മുടെ ദാസനും വിജയനും ഗൾഫിലേക്ക് കടക്കാൻ പദ്ധതിയിട്ടത്. മൊറോക്കയിൽ യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ നിരക്ക് വളരെ കൂടുതലാണ്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും തൊഴിലവസരങ്ങളും തേടിയാണ് പ്രധാനമായും ജനറേഷൻ ഇസഡ് വിഭാഗത്തിലുള്ള യുവാക്കൾ കൂട്ടത്തോടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. വിദ്യാഭ്യാസം, മികച്ച ആരോഗ്യ പരിരക്ഷ, സുരക്ഷിതമായ ജീവിതം എന്നിവയാണ് സ്പെയിനിലേക്ക് കടക്കുന്നതിലൂടെ അവർ ലക്ഷ്യമിടുന്നത്. അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്ന 5 ലക്ഷത്തിലധികം തദ്ദേശീയരല്ലാത്ത ആളുകൾക്ക് ജോലി ചെയ്യാനുള്ള നിയമപരമായ പദവി നൽകാൻ സ്പാനിഷ് സർക്കാർ അടുത്തിടെ തീരുമാനിച്ചിരുന്നു. ഇതും പലർക്കും സ്പെയിനിലേക്ക് എത്താൻ വലിയൊരു പ്രലോഭനമായി. മൊറോക്കയുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്പെയിനിലെ ശമ്പള നിരക്ക് ഏകദേശം 4.5 മടങ്ങ് കൂടുതലാണ്. ഈ കടുത്ത സാമ്പത്തിക അന്തരം തന്നെയാണ് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം കുറിച്ച് അതിർത്തി കടക്കാൻ മൊറോക്കൻ യുവാക്കളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം. അന്താരാഷ്ട്ര സാമ്പത്തിക ഏജൻസികളുടെ പഠനങ്ങൾ പ്രകാരം ഇരു രാജ്യങ്ങളിലെയും ശരാശരി വരുമാന കണക്ക് ഇപ്രകാരമാണ്. മൊറോക്കോയിലെ ശരാശരി ശമ്പളം പ്രതിമാസം ഏകദേശം $613, നമ്മുടെ ഇന്ത്യൻ രൂപയിൽ 51,000 രൂപ. എന്നാൽ സ്പെയിനിലെ ശരാശരി ശമ്പളം പ്രതിമാസം ഏകദേശം $2,789, അതായത് ഇന്ത്യൻ രൂപയിൽ 2.33 ലക്ഷം. ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്പെയിനിലെ ഒരു സാധാരണ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വരുമാനം മൊറോക്കോയിലുള്ളതിനേക്കാൾ 4.5 ഇരട്ടി കൂടുതലാണ്. ഒരു രാജ്യത്ത് നിയമപരമായി നൽകേണ്ട ഏറ്റവും കുറഞ്ഞ കൂലിയിലും വലിയ വ്യത്യാസമുണ്ട്. മൊറോക്കോയിലെ മിനിമം കൂലി സ്പെയിനിലെ നിരക്കിനേക്കാൾ 80% കുറവാണ്. സ്പെയിനിലെ പർച്ചേസിംഗ് പവർ അനുസരിച്ചുള്ള മണിക്കൂർ കൂലി $14 ആയിരിക്കുമ്പോൾ മൊറോക്കോയിൽ ഇത് വെറും $5 മാത്രമാണ്. സ്പെയിനിലെ പ്രതിശീർഷ വരുമാനം ഏകദേശം $57,965 ആണ്. എന്നാൽ മൊറോക്കോയിൽ ഇത് വെറും $10,415 മാത്രമാണ്. സ്പെയിനിൻ്റെ സമ്പദ് വ്യവസ്ഥ മൊറോക്കോയേക്കാൾ 5.6 മടങ്ങ് ശക്തമാണ്. മൊറോക്കയിലെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുന്നുണ്ടെങ്കിലും അവിടെയുള്ള യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് 29% മുകളിലാണ്. കൃത്യമായി ജോലിയില്ലാത്തതും വലിയൊരു വിഭാഗം ആളുകൾ താൽക്കാലിക അനൗദ്യോഗിക ജോലികളെ ആശ്രയിക്കുന്നതും യുവാക്കളെ നിരാശരാക്കുന്നുണ്ട്. വെറും 14 കിലോമീറ്റർ മാത്രം അകലെയുള്ള സ്പെയിനിലേക്ക് കടന്നാൽ തങ്ങളുടെ ജീവിതം മാറി മറിയുമെന്നും കുടുംബത്തിലേക്ക് കൂടുതൽ പണം അയക്കാൻ കഴിയുമെന്നും മൊറോക്കൻ യുവാക്കൾ കരുതുന്നു. ഈ വലിയ സാമ്പത്തിക ലാഭമാണ് ജീവൻ പോലും പണയം വെച്ച് കടല് നീന്തിയും അതിർത്തി വേലി ചാടിയും സ്പാനിഷ് മണ്ണിലേക്ക് പ്രവേശിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഇതിനെയാണ് മനുഷ്യക്കടത്ത് സംഘങ്ങൾ വലിയ രീതിയിൽ ചൂഷണം ചെയ്തത്. ഈ അനധികൃത കുടിയേറ്റത്തിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട്. സെവൂത്തയും മെലിലയും തങ്ങളുടേതാണെന്ന് മൊറോക്കോ അവകാശപ്പെടുന്നുണ്ട്. സ്പെയിനുമായി എന്തെങ്കിലും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ മൊറോക്കോ തങ്ങളുടെ ഭാഗത്തെ അതിർത്തി സുരക്ഷ മനഃപൂർവ്വം അയവുള്ളതാക്കാറുണ്ട്. ഇത് ജനങ്ങൾക്ക് എളുപ്പത്തിൽ അതിർത്തി കടക്കാൻ വഴിയൊരുക്കാറുണ്ട്. ചരിത്രപരമായി ഇന്നത്തെ സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും വലിയൊരു ഭാഗം ഏകദേശം 711 മുതൽ 1492 വരെ വിവിധ മുസ്ലിം ഭരണാധികാരികളുടെ നിയന്ത്രണത്തിലായിരുന്നു. ക്രിസ്ത്യൻ രാജ്യങ്ങളുടെ പുനരധിനിവേശം എന്ന പ്രക്രിയയിലൂടെ മുസ്ലിം ഭരണ പ്രദേശങ്ങൾ ക്രമേണ നഷ്ടപ്പെട്ടു. സ്പെയിനിൻ്റെ അധീനതയിലുള്ള അതിർത്തി മേഖലയായ സെവൂട്ടയിലേക്ക് മൊറോക്കോയിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹം എന്ന് പറയുന്നത് തന്നെ ചരിത്രപരമായി തെറ്റാണെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു. സെവൂത്ത ഭൂമിശാസ്ത്രപരമായി വടക്കേ ആഫ്രിക്കയിലെ മൊറോക്കോ തീരത്തുള്ള ഒരു നഗരമാണ്. എന്നാൽ സ്പെയിൻ അതിനെ സ്വന്തം പരമാധികാര പ്രദേശമായി കണക്കാക്കുന്നു. മൊറോക്കോ സെവൂട്ടയുടെയും മെലിലയുടെയും മേൽ അവകാശവാദം ഉന്നയിച്ചു വരാറുണ്ട്. അവ കോളനിവൽക്കരണത്തിൻ്റെ ശേഷിപ്പാണെന്നും മൊറോക്കോ അവകാശപ്പെടുന്നു. സ്പെയിൻ ആ അവകാശവാദം അംഗീകരിക്കുന്നില്ല. സ്പെയിനിൻ്റെ സ്വയംഭരണ നഗരമാണിതിപ്പോൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഗോവ പോർച്ചുഗീസുകാർ കുറേ കാലം കൈയടക്കി വെച്ചതുപോലെയാണ് കാര്യങ്ങളെന്ന് പല സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും ചൂണ്ടിക്കാട്ടാറുണ്ട്. രാഷ്ട്രീയമായും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഏറെ ഭിന്നരാണ് മൊറോക്കോ. മൊറോക്കോ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രധാന പങ്കാളി കൂടിയാണ്. അബ്രഹാം കരാറുകളുടെ ഭാഗമായി 2020 മൊറോക്കോ ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം സാധാരണ നിലയിലാക്കിയിരുന്നു എന്നതും എടുത്തു പറയണം. എന്നാൽ സ്പെയിനിലെ ഇപ്പോഴത്തെ ലിബറൽ ഭരണകൂടം ഫലസ്തീനെയാണ് പിന്തുണയ്ക്കുന്നത്. ഇസ്രായേൽ അനുകൂല വിശകലന വിദഗ്ധർ ഈ വർഷം ആദ്യം പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളിൽ സ്പെയിനെ സമ്മർദ്ദത്തിലാക്കുന്നതിനായി സെവൂത്തയിലെയും മെലിലയിലെയും മൊറോക്കോയുടെ അവകാശവാദത്തെ ഇസ്രായേലും അമേരിക്കയും പിന്തുണയ്ക്കണമെന്ന് വാദിച്ചിരുന്നു. ഇസ്രായേൽ അനുകൂലികൾ മാർച്ചിൽ മൊറോക്കോ സെവൂത്തയിലേക്കും മെലിലയിലേക്കും പുതിയൊരു ഗ്രീൻ മാർച്ച് സംഘടിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു. മൊറോക്കോക്കാർ ബുൾഡോസറുകളുമായി ആയുധങ്ങളില്ലാതെ ഈ പ്രദേശങ്ങളിലേക്ക് കടന്ന് മൊറോക്കോയുടെ പതാക ഉയർത്തണമെന്നൊക്കെ ആഹ്വാനങ്ങളുണ്ടായിരുന്നു. മൊറോക്കോ ഒരു ഔദ്യോഗിക ഇസ്ലാമിക രാജ്യമാണ്. അതായത് ഭരണഘടന പ്രകാരം ഇസ്ലാമാണ് രാജ്യത്തിന്റെ ഔദ്യോഗിക മതം. അവിടുത്തെ ജനസംഖ്യയിൽ 99% സുന്നി മുസ്ലിങ്ങളാണ്. മൊറോക്കോയിലെ രാജാവായ മുഹമ്മദ് ആറാമൻ കേവലം ഒരു രാഷ്ട്രീയ ഭരണാധികാരി മാത്രമല്ല, ഇസ്ലാമിക നിയമപ്രകാരം വിശ്വാസികളുടെ അമീറായും അറിയപ്പെടുന്നു. രാജ്യത്ത് ജനാധിപത്യമുണ്ട്, എന്നാൽ അത് പൂർണ്ണമല്ല. അന്താരാഷ്ട്ര തലത്തിൽ മൊറോക്കോയെ ഒരു ഹൈബ്രിഡ് ഭരണകൂടം അല്ലെങ്കിൽ അർദ്ധ ഭരണഘടനാപരമായ രാജഭരണം എന്നാണ് തരംതിരിച്ചിരിക്കുന്നത്. രാജ്യത്ത് കൃത്യമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ നടക്കാറുണ്ട്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രി മന്ത്രിസഭയുമുണ്ട്. പക്ഷേ യഥാർത്ഥ അധികാരം രാജാവിൻ്റെ കൈകളിലാണ്. വിദേശ നയം, പ്രതിരോധം, സുരക്ഷ, മതം തുടങ്ങിയ നിർണായക മേഖലകളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് രാജാവാണ്. ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റിന്റെ ഡെമോക്രസി ഇൻഡെക്സിൽ അറബ് ലോകത്തെ ഏറ്റവും മികച്ച ജനാധിപത്യ സൂചികകളുടെ രാജ്യങ്ങളിൽ ഒന്നാണ് ഈ രാജ്യം. പക്ഷേ ആഗോളതലത്തിൽ 100ാം സ്ഥാനത്തിനടുത്താണ് മൊറോക്കോയുടെ സ്ഥാനം.
അറബ് ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീ സ്വാതന്ത്ര്യമുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് മൊറോക്കോ. ഇവിടെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനോ ജോലി ചെയ്യുന്നതിനോ യാതൊരു വിലക്കുമില്ല. സർവകലാശാലകളിൽ വലിയൊരു വിഭാഗം പെൺകുട്ടികളാണ്. രാജ്യത്തെ തൊഴിൽ മേഖലയുടെ ഏകദേശം 26% സ്ത്രീകളാണ്. പാർലമെന്റിലും മന്ത്രിസഭയിലും സ്ത്രീകൾക്ക് വലിയ പ്രാതിനിധ്യമുണ്ട്. രാജ്യത്തെ പ്രധാന നഗരങ്ങളായ കാസബ്ലാങ്ക, റബാത്ത്, മാരകേഷ് എന്നിവിടങ്ങളിൽ വനിതാ മേയർമാരാണ് ഭരണം നടത്തിയിട്ടുള്ളത്. വസ്ത്രധാരണത്തിലും കടുത്ത നിയന്ത്രണങ്ങളില്ല. ഹിജാബ് ധരിക്കുന്നതും പാശ്ചാത്യ വസ്ത്രങ്ങൾ ധരിക്കുന്നതും സ്ത്രീകളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. നഗരങ്ങളിൽ വലിയൊരു വിഭാഗം സ്ത്രീകൾ ആധുനിക വസ്ത്രങ്ങൾ ധരിച്ചാണ് യാത്ര ചെയ്യാറുള്ളത്. മൊറോക്കോയിലെ സ്ത്രീകളുടെ അവകാശവാദങ്ങൾ പ്രധാനമായും സംരക്ഷിക്കുന്നത് മുദാവന എന്നറിയപ്പെടുന്ന അവിടുത്തെ കുടുംബ നിയമം വഴിയാണ്. 2004 രാജാവ് മുഹമ്മദ് ആറാമൻ കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ സ്ത്രീകൾക്ക് വലിയ അവകാശങ്ങൾ ലഭിച്ചു. വിവാഹത്തിന് പുരുഷ രക്ഷകർത്താവിന്റെ അനുവാദം വേണമെന്ന നിബന്ധന മുതിർന്ന സ്ത്രീകൾക്ക് ഒഴിവാക്കി. പുരുഷന്മാർക്ക് ഏകപക്ഷീയമായി ഭാര്യയെ മൊഴി ചൊല്ലുന്ന രീതി നിരോധിക്കുകയും സ്ത്രീകൾക്കും വിവാഹമോചനം തേടാനുള്ള നിയമപരമായ അവകാശം നൽകുകയും ചെയ്തു. ബഹുഭാര്യത്വം നിയമപരമായി കഠിനമായ വ്യവസ്ഥകൾക്ക് വിധേയമാക്കി. ലിബറൽ ആണെന്ന് പറയുമ്പോഴും ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങളിൽ അധിഷ്ഠിതമായ ചില കാര്യങ്ങളിൽ സ്ത്രീകൾ ഇപ്പോഴും വിവേചനം നേരിടുന്നുണ്ട്. ഇസ്ലാമിക നിയമപ്രകാരം പുരുഷന്മാർക്ക് ലഭിക്കുന്ന സ്വത്തിന്റെ പകുതി മാത്രമേ സ്ത്രീകൾക്ക് അനന്തരാവകാശമായി ഇവിടെ ലഭിക്കുകയുള്ളൂ. ഒരു കുടുംബത്തിൽ ആൺമക്കളില്ലെങ്കിൽ പെൺമക്കൾ തങ്ങളുടെ പിതാവിന്റെ സ്വത്ത് ദൂരെയുള്ള മറ്റു പുരുഷ ബന്ധുക്കളുമായി പങ്കിടേണ്ടി വരുന്ന താസിബ് നിയമം ഇവിടെ ഇപ്പോഴുമുണ്ട്. നിയമപരമായി വിവാഹപ്രായം 18 ആണെങ്കിലും ഗ്രാമീണ മേഖലകളിൽ മുഖ്യന്മാരുടെ പ്രത്യേക അനുമതിയോടെ പെൺകുട്ടികളെ 18 വയസ്സിന് മുമ്പ് വിവാഹം കഴിപ്പിക്കുന്ന രീതി ഇപ്പോഴും പൂർണ്ണമായി നിർത്തലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നഗരങ്ങളിൽ സ്ത്രീകൾ കൂടുതൽ സ്വതന്ത്രരാണെങ്കിലും കടുത്ത യാഥാസ്ഥിതികത്വം പുലർത്തുന്ന ഗ്രാമീണ മേഖലകളിൽ പുരുഷാധിപത്യപരമായ നിയന്ത്രണങ്ങൾ സ്ത്രീകൾ നേരിടാറുമുണ്ട്. മൊറോക്കയിൽ അഴിമതി ഒരു ഗുരുതരമായ പ്രശ്നമായി തുടരുകയാണ്. ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ പുറത്തുവിട്ട കറപ്ഷൻ ഇൻഡെക്സിൽ മൊറോക്കോയ്ക്ക് 100-ൽ 39 പോയിന്റുകൾ മാത്രമാണുള്ളത്. ലോകത്തിലെ 182 രാജ്യങ്ങളിൽ 91-ാം സ്ഥാനത്താണ് മൊറോക്കോ. ഈ സൂചികയിൽ സ്കോർ കുറയുന്നത് അഴിമതി കൂടുതലാണെന്നതിനെയാണ് കാണിക്കുന്നത്. സാധാരണക്കാർക്ക് സർക്കാർ ഓഫീസുകളിൽ നിന്നുള്ള ചെറിയ സേവനങ്ങൾ ലഭിക്കാൻ പോലും കൈക്കൂലി കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഇവിടെയുണ്ട്. കൂടാതെ ഉന്നത തലങ്ങളിലും അധികാര ദുർവിനിയോഗം നടക്കുന്നതായി ആഗോള ഏജൻസികൾ ചൂണ്ടിക്കാണിക്കുന്നു. രാജ്യം അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണെന്ന് അവിടുത്തെ ഔദ്യോഗിക ആന്റി കറപ്ഷൻ ബോഡി തന്നെ പാർലമെന്റിൽ വ്യക്തമാക്കുകയും ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത 2030 ഫിഫ ലോകകപ്പ് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങളിലൊന്നും മൊറോക്കോയാണ്. സ്പെയിൻ, പോർച്ചുഗൽ എന്നിവർക്കൊപ്പമാണ് മൊറോക്കോ ഈ ലോകകപ്പിന് വേദിയാകുന്നത്. അതിനിടെ ലോകകപ്പ് സ്റ്റേഡിയങ്ങൾക്കും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായി വലിയ തോതിൽ പണം ചെലവിടുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നു എന്ന വിമർശനവും വരികയാണ്. ലോകകപ്പ് ഒരുക്കങ്ങൾക്കായി മൊറോക്കോ മാത്രം ഏകദേശം 20 മുതൽ 23 ബില്യൺ ഡോളർ വരെ, അതായത് ഇന്ത്യൻ രൂപയിൽ 1.9 ലക്ഷം കോടിയിലധികമാണ് ചെലവഴിക്കുന്നത്. ഇതിൽ സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണത്തിനും നവീകരണത്തിനുമായി മാത്രം 50 മുതൽ 60 ബില്യൺ മൊറോക്കൻ ദിർഹം നേരിട്ട് നീക്കിവെച്ചിട്ടുണ്ട്. കാസാബ്ലാങ്കയ്ക്ക് സമീപം നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയമായ 1,15,000 സീറ്റുകളുള്ള സ്റ്റേഡിയം പോലുള്ള അത്യാഡംബര പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇതോടെ രാജ്യത്തിന്റെ കടബാധ്യത ഉയരുകയാണ്. IMF പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഈ ലോകകപ്പ് ചെലവുകൾ മൊറോക്കോയുടെ സാമ്പത്തിക രംഗത്തിന് വലിയ വെല്ലുവിളിയാണ്. 2024 മുതൽ 2030 വരെയുള്ള കാലയളവിലെ ഈ അധിക ചെലവ് രാജ്യത്തിന്റെ 2024 ആകെ GDPയുടെ 11.9% വരും. ഈ വൻകിട പദ്ധതികൾ കാരണം മൊറോക്കോയുടെ പൊതുകടം വലിയ രീതിയിൽ ഉയരുകയാണ്. പണം കണ്ടെത്താനായി രാജ്യം വിദേശ ബോണ്ടുകൾ വഴി വലിയ തോതിൽ കടമെടുക്കുന്നുണ്ട്. ലോകകപ്പിന് വേണ്ടി പണം വാരുന്നതിനെതിരെ മൊറോക്കോയിലെ സാധാരണക്കാർക്കിടയിലും യുവാക്കൾക്കിടയിലും വലിയ അതൃപ്തിയുമുണ്ട്. രാജ്യത്ത് കുടിവെള്ളക്ഷാമവും കടുത്ത വിലക്കയറ്റവും നിലനിൽക്കുമ്പോൾ കളിക്ക് മുൻഗണന നൽകുന്നതിനെ ജനങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന മേഖലകളിൽ നിക്ഷേപം നടത്തുന്നതിന് പകരം സ്റ്റേഡിയങ്ങൾക്ക് പണം കളയുന്നതിനെതിരെ നഗരങ്ങളിൽ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഈ ചെലവുകളെ വെറും ഒരു കായിക മത്സരത്തിനുള്ള ഒരുക്കമായി മാത്രമല്ല മൊറോക്കൻ സർക്കാർ കാണുന്നത്. ലോകകപ്പിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന അതിവേഗ റെയിൽവേ ലൈനുകൾ, എയർപോർട്ട് വികസനം, റോഡുകൾ, ഹോട്ടലുകൾ എന്നിവ രാജ്യത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യുമെന്ന് അവർ വാദിക്കുന്നു. 2030 പ്രതിവർഷം 26 മില്യൺ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും GDPയിൽ 1 മുതൽ 2.5% വരെ വളർച്ച നേടാനും ഇതിലൂടെ സാധിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. പക്ഷേ രാജ്യത്തെ യുവാക്കൾക്ക് ഈ പ്രതീക്ഷയില്ല.